ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 ബോട്ടണിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുള്ളത്? നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. അതിൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്നീ 2 കിങ്ഡങ്ങളെക്കുറിച്ചും പഠിച്ചു. അതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസം പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അടുത്ത കിങ്ഡം ഏതായിരിക്കും? കിങ്ഡം ഫഞ്ചൈ അല്ലേ. അതായത് ഫംഗസുകൾ എന്ന് അറിയപ്പെടുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു കിങ്ഡമാണ് ഏത്? കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കിങ്ഡം ഫഞ്ചൈയിലെ പ്രധാനപ്പെട്ട ഓർഗാനിസം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഓർഗാനിസവും പിന്നെ അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. കിങ്ഡം ഫഞ്ചൈ. എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിങ്ഡം ഫഞ്ചൈ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഓർഗാനിസത്തിനുള്ളത്? ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. ഓക്കെ, ഹെറ്ററോട്രോഫിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക് ഓർഗാനിസം എന്താണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതിൽ ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ മറ്റു ജീവികളിൽ അവ എന്ത് നടത്തുന്നത്? ആഹാരം കണ്ടെത്തുന്നതിനെയാണ് ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെമ്പേഴ്സ് ഹാവ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ്. അതായത് ഈ ഒരു ഫഞ്ചൈ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ഓർഗാനിസത്തിലെ മെമ്പേഴ്സ്, ഓക്കെ, അതിലുള്ള ആ ഒരു ഓർഗാനിസത്തിൻ്റെ ആ ഒരു മോർഫോളജി ആയാലും അതിൻ്റെ ഹാബിറ്റാറ്റ് ആയാലും എങ്ങനെയാണ്? അതിന് ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ, അതിന് മോർഫോളജി അതായത് അതിൻ്റെ ആ ഒരു ശരീരഘടന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഘടനയെ തന്നെ എന്താണ്, പലതരം വെറൈറ്റീസ് ഉണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹാബിറ്റാറ്റ്, അവ വസിക്കുന്ന ആ ഒരു സ്ഥലം, അതാണ് എന്ത്? ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അതായത് ആവാസ വ്യവസ്ഥ എന്നും പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കിങ്ഡം ഫഞ്ചൈയിൽ ഉൾപ്പെടുന്ന ഓർഗാനിസത്തിൻ്റെ മോർഫോളജി ആയാലും അതായത് അവരുടെ ആ ശരീരഘടനയായാലും അവരുടെ ആവാസ വ്യവസ്ഥ ആയാലും എങ്ങനെയാണ്? വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു വൈവിധ്യമാർന്നിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് എന്ത് ഇവയെ കിങ്ഡം ഫഞ്ചൈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെഡ് ഡെവലപ്പ് മൗൾഡ് ബിക്കോസ് ഓഫ് ഫഞ്ചൈ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവരുന്ന ബ്രെഡ്, ഈ ബ്രെഡ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ബ്രെഡിലൊക്കെ എന്ത് വരുന്നുണ്ട്? പൂപ്പൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള മൗൾഡ്, ബ്രെഡിൽ കാണുന്ന മൗൾഡൊക്കെ എങ്ങനെ? അതൊക്കെ ഈ ഒരു ഫംഗസ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോമൺ മഷ്റൂം, നമ്മൾ കാണുന്ന ഈ മഷ്റൂംസ് അല്ലേ, നമ്മുടെ വീടുകളിന് ചുറ്റും തോട്ടങ്ങളിലൊക്കെ കാണുന്ന മഷ്റൂംസ്, കൂണുകൾ, പിന്നെ നമ്മൾ എഡിബിള് നമ്മൾ കഴിക്കുന്ന മഷ്റൂംസ്, അതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഈ ഒരു കിങ്ഡം ഫഞ്ചൈ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ കിങ്ഡം ഫഞ്ചൈ ആർ കോമൺലി മൾട്ടി സെല്ലുലാറാണ്. ഓക്കെ, അപ്പോൾ ഫംഗസ് മൾട്ടി സെല്ലുലാർ വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഈ ഒരു ഈസ്റ്റ്, നിങ്ങൾ ഈസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഈസ്റ്റ് ഉൾപ്പെടുന്നത് ഏതിലാണ്? കിങ്ഡം ഫഞ്ചൈയിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഈസ്റ്റിൻ്റെ കേസിൽ ഈസ്റ്റ് എന്താണ്? യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ഫഞ്ചൈ ലൈക്ക് ഈസ്റ്റ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. നമുക്കറിയാം ഈസ്റ്റ് അല്ലേ, നമ്മുടെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഏകകോശ ജീവി എന്ന് പറയാം. ഓക്കെ, അതൊക്കെ ഒരു ഫംഗസ് കിങ്ഡം ഫഞ്ചൈയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത് യൂണിസെല്ലുലാർ ആണ്. അപ്പോൾ കിങ്ഡം ഫഞ്ചൈയിൽ ഉൾപ്പെടുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസം ഏതാണ്? ഈസ്റ്റ് ആണ്. ഓക്കെ, മറ്റ് ഓർഗാനിസമൊക്കെ ഏതാണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്, അതായത് ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഈസ്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാം? ബ്രെഡ് ഉണ്ടാക്കുന്നതിനും ബിയർ ഉണ്ടാക്കുന്നതിനും, പിന്നെ നമുക്കറിയാം ഈസ്റ്റ് നമ്മുടെ ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കിങ്ഡം ഫഞ്ചൈയിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, ഇനി സം കോസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ ചില ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്?
അവ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതായത് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ്സിലും ആനിമൽസിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ഓർഗാനിസമാണ് ഇത് പക്സീനിയ. ഓക്കെ, അപ്പോൾ വീറ്റ് റസ്റ്റ് കോസ് പക്സീനിയ, അതായത് ഗോതമ്പിൽ റസ്റ്റ് എന്ന ആ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് ഏതാണ്? ആ ഒരു പക്സീനിയ എന്ന ഒരു ഫംഗസ് ആണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. സം ആർ സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്, എക്സാമ്പിൾ പെൻസിലിയം. ഓക്കെ, അപ്പോൾ ചില ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ഓർഗാനിസം അത് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് പെൻസിലിയം. നമുക്കറിയാം ആദ്യമായി കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ഏതാണ്? പെൻസിലിൻ അല്ലേ? അപ്പോൾ ഈ ഒരു പെൻസിലിൻ എന്ന ഈ ഒരു ആൻറ്റിബയോട്ടിക് ഏത് ഫംഗസിൽ നിന്നും കണ്ടെത്തിയതാണ്? പെൻസിലിയം എന്ന ഫംഗസിൽ നിന്നുമാണ് പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ സോഴ്സ് ഏത് ഫംഗസിൽ നിന്നാണ്? പെൻസിലിയം എന്ന ഫംഗസിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം കിൻഡ ഫംഗസ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ആൻറ്റിബയോട്ടിക്കിൻ്റെ സോഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആനിമൽസ്, പ്ലാന്റ്സ് എന്നിവയിൽ രോഗം ഉണ്ടാക്കുന്ന ഫംഗസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫുഡിനൊക്കെ വേണ്ടിയിട്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഫംഗസ് ഉണ്ട് അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ഫംഗസ് ഉണ്ട്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫംഗസ് അതേതാണ്? എഡിബിളായിട്ടുള്ള ചില കൂണുകളുണ്ട് അല്ലേ? എഡിബിൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായ കൂണുകൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഫംഗസുകളും ഉണ്ട്. ഓക്കെ, they can grow anywhere but prefer to grow in warm and humid places. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫംഗസിൻ്റെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു വാസസ്ഥലം എന്ന് പറയുന്നത്, അവർ എവിടെ വേണമെങ്കിലും അവർ വളരും. ഓക്കെ, പക്ഷെ കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ചൂടുള്ള അല്ലെങ്കിൽ ഹ്യൂമിഡ് പ്ലേസ്. അതായത് ഹ്യൂമിഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹ്യൂമിഡിറ്റി, അതായത് ഈ ബാഷ്പമുള്ള അത്തരത്തിലുള്ള പ്ലേസസിലൊക്കെ എന്താണ് ഇവ വളരാൻ കൂടുതൽ കാരണമാക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കിൻഡ ഫഞ്ചയുടെ ഈ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് കിൻഡ ഫഞ്ച എന്ന് പറയുന്നത് ഒരു ഹെറ്ററോട്രോഫിക് ഓർഗാനിസം ആണ്. പിന്നെ അവയുടെ മോർഫോളജി ആയാലും ഹാബിറ്റാറ്റ് ആയാലും അവർ ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി ഉണ്ട്. പിന്നെ നമുക്കറിയാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഫംഗസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന തരത്തിലുള്ള ഫംഗസ് ഉണ്ട് അല്ലേ? അതായത് മഷ്റൂംസ്, അത്തരത്തിലുള്ള ഫംഗസുകളൊക്കെ എങ്ങനെയാണ്? കഴിക്കുന്ന ഫംഗസുകളാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ആനിമൽസിലും ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. With the exception of yeast, which are unicellular, fungi are filamentous. Their bodies consist of long, slender, thread-like structures called hyphae. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഫംഗസും എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ, അവരുടെ മോർഫോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫിലമെൻ്റസ് ആണ്. ഓക്കെ, പിന്നെ അവരുടെ ബോഡി എങ്ങനെയാണ്? ലോങ് ആണ്, സ്ലെൻഡർ, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ആ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? ഹൈഫെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഫംഗസിനുള്ളത്. ഓക്കെ, എക്സെപ്റ്റ് ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഫംഗസിനും ഏകദേശം ഈ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് എന്ത്? ഹൈഫെ. അപ്പോൾ ഫംഗസിൻ്റെ ആ ഒരു മോർഫോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോങ് ആണ്, സ്ലെൻഡർ ലൈക്ക്, അതായത് ഫിലമെൻ്റസ്, ലോങ് ആൻഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ? ഒരു നൂല് പോലെയാണ്. അങ്ങനെ ആ ഒരു നൂല് പോലെ ആ ലോങ് ആയിട്ടുള്ള ഫിലമെൻ്റസിന് പറയുന്ന പേരാണ് എന്ത്? ഹൈഫെ. ഓക്കെ, the network of hyphae is known as mycelium. Some hyphae are continuous tubes filled with multinucleated cytoplasm. These are called cenocytic hyphae. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈഫയുടെ നെറ്റ്വർക്ക്, ആ ഒരു കൂട്ടം കൂടിയിട്ടുള്ള ആ ഒരു
ഹൈഫയുടെ ധാരാളമായിട്ടുള്ള ആ ഒരു ഫിലമെൻറ്റസ് ഒക്കെ കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട്? മൈസീലിയമായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മൈസീലിയം? ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫെ, ഇറ്റ് ഈസ് നോൺ ആസ് മൈസീലിയം. സം ഹൈഫെ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫില്ലഡ് വിത്ത് മൾട്ടിന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ഓക്കെ, ചില ഹൈഫകൾ എന്തുണ്ട് അവരുടെ ആ ട്യൂബ്സ് ചില മൾട്ടിന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഹൈഫയ്ക്ക് പറയുന്ന പേരാണെന്ത്? സിയനോസൈറ്റിക് ഹൈഫെ. ഓക്കെ, മോസ്റ്റ് ഫംഗൈ ആർ ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർബ് soluble organic matter from dead substrates and hence are called saprophytes. അതായത് ഫംഗസ്, കിങ്ഡം ഫംഗസിൽ മോസ്റ്റ് ഫംഗൈ എങ്ങനെയാണ്? ഹെറ്ററോട്രോഫിക് ആണ്. അതായത് കൂടുതലും എങ്ങനെയാണ്? ഹെറ്ററോട്രോഫിക് ആണ്. അതായത് മറ്റ് ജീവികളിലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ അവ എന്ത് ചെയ്യുന്നു? ആഹാരം കണ്ടെത്തുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെഡ് സബ്സ്ട്രേറ്റ്, അതായത് ഡെഡ് തിങ്സ്, ഇപ്പം നമുക്കറിയാം ഈ ഇലകൾ, പിന്നെ അതുപോലെ തന്നെ മരത്തടികൾ, അങ്ങനെയുള്ള ആ ഒരു ഡെഡായിട്ടുള്ള സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവർ ഒരു സോലുബിൾ ഓർഗാനിക് മാറ്റർ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അബ്സോർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആഗിരണം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സോലുബിൾ ഓർഗാനിക് മാറ്റർ ഈ ഒരു ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നും അവ അബ്സോർബ് ചെയ്തിട്ടാണ് മിക്ക ഫംഗസുകളും ജീവിക്കുന്നത്. ഓക്കെ, അവരുടെ ആ ഭക്ഷണം അവർ കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഫംഗസുകളെ പറയുന്ന പേരാണെന്ത്? സാപ്രോഫൈറ്റ്സ്. ഓക്കെ, അപ്പോൾ സാപ്രോഫൈറ്റ്സ് എന്താണ്? ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നും ഓർഗാനിക് മാറ്റർ അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഫംഗസ്, അത്തരത്തിലുള്ള ജീവികൾ അല്ലെങ്കിൽ ഓർഗാനിസത്തെ പറയുന്ന പേരാണെന്ത്? സാപ്രോഫൈറ്റ്സ്. ഓക്കെ, അതായത് ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്നു, അതിനെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദോസ് that depend on living plants and animals are called parasites. ഓക്കെ, അപ്പോൾ പാരസൈറ്റ്സ് എന്താണ്? ജീവനുള്ള പ്ലാന്റ്സിലും ആനിമൽസിലും ഒരു പരാദജീവികൾ അല്ലേ, അവയെ ആശ്രയിച്ച് അവരുടെ ശരീരത്തിനകത്തോ പുറത്തോ ആയിട്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ള ഫംഗസ്, അവയാണെന്ത്? പാരസൈറ്റ്. ഓക്കെ, അപ്പോൾ വേറെ ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന അത്തരത്തിലുള്ള ഫംഗസുകളാണെന്ത്? പാരസൈറ്റ്സ്. ദേ ക്യാൻ ആൾസോ ലിവ് ആസ് സിംബയോൺസ്. അപ്പോൾ ഫംഗസിന് എങ്ങനെയാണ്? അവർക്ക് സിംബയോൺസ് ആയിട്ട് നിലനിൽക്കാൻ, ജീവിക്കാൻ കഴിയും. എന്താണ് സിംബയോൺസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്ലോസ് ആൻഡ് ലോങ് ടേം ബയോളജിക്കൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ബയോളജിക്കൽ ഓർഗാനിസംസ്. ഓക്കെ, ഇപ്പോൾ മ്യൂച്വലിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബയോളജിക്കൽ ഓർഗാനിസങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അതാണെന്ത്? സിംബയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കാം. ഓക്കെ, അവ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ബയോളജിക്കൽ ഇൻട്രാക്ഷൻ ആണ് എന്ത്? സിംബയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്താണ്? ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ, അതായത് ഈ ഫംഗസും ആൽഗയും ഒരുമിച്ച് നിന്നിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ലൈക്കൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിംബയോൺസിന് എക്സാമ്പിൾസ് എന്താണ്? ഫംഗസും ആൽഗയും കൂടി ചേർന്ന് ലൈക്കണായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില റൂട്ട്സിൽ, ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ എന്തായി മാറുന്നുണ്ട്? മൈക്കോറൈസയായിട്ടും മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു എന്താ പറയുക, ഓരോ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ കിങ്ഡം ഫഞ്ചൈൻ്റെ ആ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ഒക്കെ പറയുന്നത് ഈ രീതിയിലാണ്. സാപ്രോഫൈറ്റ്സ് ആണ്, പാരസൈറ്റ്സ് ആണ്, പിന്നെ സിംബയോൺസ് അതായിട്ട് എന്തായി മാറുന്നുണ്ട്? ഫംഗസും ആൽഗയും ചേർന്ന് ലൈക്കൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, റിപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചൈ ക്യാൻ ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഓക്കെ, അതായത് റിപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ ഈ ഒരു കിങ്ഡം ഫംഗസിൽ പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
വെജിറ്റേറ്റീവ് മീൻസിലാണ്, അതായത് ഫ്രാഗ്മെൻറ്റേഷനും ഫിഷനും ബഡിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. അതിൻ്റെ മലയാളം വേർഡൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഫ്രാഗ്മെൻറ്റേഷന്, ഫിഷൻ ആൻഡ് ബഡിങ്. ഓക്കെ, അപ്പോൾ ഫംഗസിൽ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. ഓക്കെ, ഇനി അസെക്ഷൽ റിപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ആ ഒരു അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഏത് വഴിയാണ്? The asexual reproduction is by spores called conidia or sporangiosperms or zoospores. ഓക്കെ, അതായത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ സ്പോർ ഫോർമേഷൻ വഴിയാണ്. അപ്പോൾ ആ സ്പോറിനെ പറയുന്ന പേരാണ് എന്താണ്? കൊണീഡിയ ഓർ സ്പൊറാഞ്ചിയോസ്പോർസ് ഓർ സൂസ്പോർസ്. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ കിങ്ഡം ഫംഗൈസ് ഈസ് takes place by spore formation. That spore is known as conidia, sporangiospores or zoospores. Okay, and sexual reproduction is by oospores, ascospores and basidiospores. Okay, അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? ഏത് സ്പോർട്സ് വഴിയാണ്? ഊസ്പോർസ്, ആസ്കോസ്പോർസ് ആൻഡ് ബെസിഡിയോസ്പോർസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു കിങ്ഡം ഫംഗസ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? വെജിറ്റേറ്റീവ് ആയിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏത് വെജിറ്റേറ്റീവ് മീൻസ് ഏതൊക്കെയാണ്? ഫ്രാഗ്മെൻറ്റേഷനും ഫിഷനും ആൻഡ് ബഡിങ്ങും. പിന്നെ അസെക്ഷലായിട്ട്, അതായത് അലൈംഗികമായി പ്രത്യുത്പാദനം നടത്തുന്നത് ഏത് വഴിയാണ്? സ്പോർ ഫോർമേഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസ് വഴിയാണ്. ഏതൊക്കെ സ്പോർസ് ആണ്? കൊണീഡിയ ഓർ സ്പൊറാഞ്ചിയോസ്പോർസ് ഓർ സൂസ്പോർസ്. ഓക്കെ, ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ, അതായത് ലൈംഗിക പ്രത്യുത്പാദനം ഏത് വഴിയാണ്? ഇറ്റ് ഈസ് formation by oospores, ascospores and basidiospores. Okay, then the various spores are produced in distinct structures are called fruiting bodies. Okay, അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വേരിയസ് സ്പോർട്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറായിട്ട് ഇങ്ങനെ ഈ വ്യത്യസ്ത തരത്തിലുള്ള സ്പോർട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിനെ പറയുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രൂട്ടിംഗ് ബോഡീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റേറ്റീവ് മീൻസിലുണ്ട്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ വഴിയുണ്ട്, സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിപ്രൊഡക്ഷനിൽ സ്പോർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് സ്പോർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു വേരിയസ് ടൈപ്സ് ഓഫ് സ്പോർ ഫോം ചെയ്യുമ്പോൾ അതൊരു ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രൂട്ടിംഗ് ബോഡീസ്. ഓക്കെ, ഇനി ദ സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് ദ ഫോളോവിങ് 3 steps. അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ വരുന്നത് കിങ്ഡം ഫംഗസിൽ 3 സ്റ്റേജസ് അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് വഴിയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ് ബിറ്റ്വീൻ 2 motile or non-motile gametes called plasmogamy. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൽ റിപ്രൊഡക്ഷനിൽ നമുക്കറിയാം ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 2 ഗ്യാമേറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്ന് മോട്ടൈൽ അല്ലെങ്കിൽ മറ്റൊന്ന് നോൺ മോട്ടൈൽ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒന്നിന് ചലിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, അതിനെ മോട്ടൈൽ എന്നും ചലിക്കാൻ കഴിവില്ലാത്തതിനെ നോൺ മോട്ടൈൽ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഗ്യാമേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവയുടെ പ്രോട്ടോപ്ലാസം, ഈ ഗ്യാമേറ്റ്സിൻ്റെ പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിലുള്ള ഫ്യൂഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്മോഗമി. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസംസ് ബിറ്റ്വീൻ 2 motile or non-motile gametes called plasmogamy. Okay, then next one is fusion of 2 nuclei called കാരിയോഗമി. അപ്പം നമുക്കറിയാം 2 ഗ്യാമേറ്റ്സ് ഉണ്ട്. ഈ 2 ഗ്യാമേറ്റ്സിന് എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ന്യൂക്ലിയസ്, അതിൻ്റെ ആ ഒരു പ്ലൂറൽ ഫോമാണ് എന്ത്? ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഓക്കെ, 2 ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിന് പ്ലൂറലായിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ന്യൂക്ലിയൈ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ 2 ന്യൂക്ലിയസ് തമ്മിലുള്ള ഫ്യൂഷനെ പറയുന്ന പേരാണെന്ത്? കാരിയോഗമി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്സ് എന്താണ്? ഫ്യൂഷൻ ഓഫ് 2 nuclei. ഇറ്റ് ഈസ് നോൺ ആസ് karyogamy. Then third step is
മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർട്സ്. ഓക്കെ, അങ്ങനെ എന്തുണ്ടായി, ആ ഒരു ഇതൊക്കെ നടന്ന് ഗ്യാമേറ്റ്സിൻ്റെ ആ ഒരു ഫ്യൂഷൻ നടന്ന് ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനൊക്കെ നടന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവുന്നുണ്ട്, ഒരു സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സൈഗോട്ടിൻ്റെ മിയോട്ടിക് ഡിവിഷൻ എന്തായി മാറുന്നുണ്ട്, ഒരു ഹാപ്ലോയിഡ് സ്പോർട്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്ത് കണ്ടീഷനാണ്, എൻ കണ്ടീഷനാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കിൻഡർ ഫഞ്ചൈയാണ്. കിൻഡർ ഫഞ്ചൈയുടെ പ്രത്യേകതകളും പിന്നെ കിൻഡർ ഫഞ്ചൈയുടെ ആ ഒരു റിപ്രൊഡക്ഷൻ, ഏതൊക്കെ തരത്തിലുള്ള റിപ്രൊഡക്ഷനാണ് വന്നത്, ഒന്ന് വെജിറ്റേറ്റീവ് ദെൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ 3 സ്റ്റേജസ് പഠിച്ചു. ഏതൊക്കെയാണ്, പ്ലാസ്മോഗമി, ദെൻ കാരിയോഗമി ആൻഡ് മിയോട്ടിക് ഡിവിഷൻ ഇൻ സൈഗോട്ട്. ഓക്കെ, ഹാപ്ലോയിഡ് സ്പോർട്സ് ഫോം ചെയ്യുന്ന 3ാമത്തെ സ്റ്റെപ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കിൻഡർ ഫഞ്ചൈൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം, അതായത് ആ ഒരു ആദ്യത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഈ കിൻഡർ ഫഞ്ചൈ അത് 4 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ആൻഡ് ബെസിഡിയോമൈസൈറ്റ്സ്, ഡ്യൂട്ടരിയോമൈസൈറ്റ്സ്, ഇങ്ങനെ 4 ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.